പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായിട്ടുള്ള ദയനീയ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള പാർട്ടിയുടെ നേതൃയോഗങ്ങൾ, CPM-ന്റെ നേതൃയോഗങ്ങൾ തുടങ്ങിയിട്ട് ഇന്ന് 3-ാം ദിവസമായിരിക്കുകയാണ്. 2 ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞു. അതിൽ ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ ഇനി നടക്കാൻ പോകുന്ന 3 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പരിഗണനയ്ക്കായി വെക്കും. അവിടെ വിശദമായ ചർച്ച നടക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനുശേഷം എന്തുണ്ടാവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ കമ്മിറ്റിയുടെ ഒരു സവിശേഷതയായി പറയപ്പെടുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായിട്ടുള്ള പ്രകാശ് കാരാട്ടും 5 ദിവസവും പാർട്ടി നേതൃയോഗങ്ങളിൽ പൂർണ്ണ സമയവും പങ്കെടുക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഈ 2 മുതിർന്ന നേതാക്കന്മാരും വന്ന് പൂർണ്ണമായി കേരളത്തിലെ നേതൃയോഗങ്ങൾ പങ്കെടുക്കുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത്തവണ അതുണ്ടായിരിക്കുകയാണ്. അതെന്തോ വലിയ സവിശേഷ സാഹചര്യമാണ് എന്നൊക്കെയുള്ള നിലയിലാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഈ 2 പേർ പങ്കെടുക്കുന്നത് അത്ര വലിയ ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ടോ എന്നതും, ഇത്തവണത്തെ പരാജയത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയനെ ഈ നിലയിലേക്ക് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമാക്കി മാറ്റിയതിൽ ഇതേ പോളിറ്റ് ബ്യൂറോയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ പങ്ക് എന്ന് ഉള്ള സുപ്രധാനമായ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ദയനീയ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് എടുത്തിട്ടുള്ള പാർട്ടി വിരുദ്ധവും ജനവിരുദ്ധവും സർക്കാർ വിരുദ്ധവുമായിട്ടുള്ള നടപടികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആർക്കും. CPM-നകത്ത് മാത്രം ഉള്ളൂ അതിൻ്റെ ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നതായി കാണുന്നത്. തിരുത്തലുണ്ടാവുമല്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ജനങ്ങൾ ഇടതുപക്ഷത്തിന് ഇത്രയും വലിയ അടി കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ്റെ തെറ്റായ നയങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ തിരിച്ചടി ചർച്ച ചെയ്യാനുള്ള നേതൃയോഗങ്ങളിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വന്ന് പങ്കെടുക്കുമ്പോൾ എന്തോ തിരുത്തൽ നടക്കാൻ പോകുന്നു, പിണറായി വിജയനെതിരെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള നിലയിലുള്ള ചർച്ചകൾക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്ന് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളൊരു ചോദ്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കുടത്തിൽ നിന്ന് ഇറക്കി വിട്ട CPM-നെ പോലും വിഴുങ്ങാൻ നിൽക്കുന്ന സംഹാര രൂപിയായിട്ടുള്ള ഈ ഒരു ബിംബത്തെ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ബിംബത്തെ സൃഷ്ടിച്ചെടുത്തതിലും വളർത്തിയെടുത്തതിലും വലുതാക്കിയതിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. കാരണം പോളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ളവർ ഇവിടെ വന്നിരുന്നിട്ട് എന്തോ തെറ്റ് കണ്ടുപിടിച്ചിട്ട് എന്തോ തിരുത്താൻ പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു തോന്നലാണല്ലോ ഒരു വശത്ത് കൂടി ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് പൊതുമണ്ഡലത്തിലേക്ക്. എന്നാൽ അതേ പിണറായി വിജയനെ സൃഷ്ടിച്ച് വളർത്തി വലുതാക്കി ഇത്രയും വലിയൊരു സംഹാര രൂപിയാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പോളിറ്റ് ബ്യൂറോയ്ക്കായിരുന്നില്ലേ എന്നുള്ള ചോദ്യം കാര്യകാരണസഹിതം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 1998 പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയത്. അതിനുശേഷം 2014 വരെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയി തുടർന്നു. 4 ടേമിലെ മറ്റു ജയിച്ചു എന്നാണ് എനിക്ക്, പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. 2014 അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചു. 2016 അദ്ദേഹം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന പഥം CPM-ന്റെ ഉന്നത സ്ഥാനങ്ങളിൽ. അപ്പോൾ 1998 മുതൽ 2014 വരെ 4 ടേം അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് എത്രയേറെ അഴിമതി ആരോപണങ്ങൾക്കും എത്രയേറെ ആരോപണങ്ങൾക്കും അല്ലാത്തതിനുമാണ് അദ്ദേഹം വിധേയനായത്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 2001-2006 കാലഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും പ്രതിപക്ഷ നേതാവായി VS അച്യുതാനന്ദൻ ഇരിക്കുകയും ചെയ്ത സമയത്ത് എത്രയെത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ വന്നു. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ 2005 ആയപ്പോൾ പിണറായി വിജയൻ, 1998 മുതൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്നുവെങ്കിലും 2005 പിണറായി വിജയനെതിരെ ഏറ്റവും വളരെ ഗുരുതരമായ അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നില്ലേ സുഹൃത്തുക്കളെ? 2005 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ
റിപ്പോർട്ടിലല്ലേ പിണറായി വിജയൻ ഊർജ്ജമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പള്ളിയാർ പന്നിവാസൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതികളിൽ ലാവ്ലിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയെ ഇടപെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖജനാവിൽ നിന്ന് 375 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ട് വന്നത് 2005 CAGയുടെ റിപ്പോർട്ടല്ലേ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഒന്ന് എന്ന് CPM തന്നെ പറഞ്ഞ CAGയുടെ റിപ്പോർട്ടിലല്ലേ ശരിക്കും പിണറായി വിജയൻ മന്ത്രിയായിരുന്നപ്പോൾ ഈ 375 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നുള്ള ആരോപണം വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകൾ വന്നത്. സാധാരണഗതിയിൽ CPMൻ്റെ ഒരു ഉന്നതനെതിരെ ഇങ്ങനൊരു അഴിമതി ആരോപണം വന്നാൽ ആ സമയത്ത് അയാളെ എടുത്ത് മാറ്റേണ്ടതല്ലേ ആ സ്ഥാനത്തുനിന്ന്. ആ നേതാവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ 2005 തുടങ്ങിയതല്ലേ ലാവ്ലിൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ. ഞാൻ ആ സമയത്തൊക്കെ VSൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. 2005 CAGയുടെ റിപ്പോർട്ട് വന്നപ്പോൾ VS വിശദമായി കേന്ദ്ര നേതൃത്വത്തിന് അയച്ചു. ഇത് വലിയ അഴിമതി ആരോപണമാണ്, പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും, അതുകൊണ്ട് ഈ നേതാവിനെ ഈ സ്ഥാനത്ത് മാറ്റണം. അനങ്ങിയില്ല. അന്ന് ഇയാളായിരുന്നു പ്രകാശ് കാരാട്ടായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി, അനങ്ങിയില്ല. അതിനുശേഷം 2006 ലാവ്ലിൻ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചു. അന്നും പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അന്നും VS അച്യുതാനന്ദൻ ഈ കാര്യം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ട് പറഞ്ഞു, ഒരു അഴിമതി കേസിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെട്ട അഴിമതി കേസ് CBIക്ക് വിട്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതി, അതുകൊണ്ട് ഇയാളെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അനങ്ങിയില്ല. ഒരു പിന്തുണയും VS അച്യുതാനന്ദന് കൊടുത്തില്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു? CBI അന്വേഷിച്ചിട്ട് പിണറായി വിജയൻ ലാവ്ലിൻ കേസിലെ 9ാം പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ. അപ്പോഴും VS അച്യുതാനന്ദൻ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു അഴിമതി കേസിൽ പ്രതിയായിരിക്കുന്നു, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കൂ എന്ന് പറഞ്ഞു. അനങ്ങിയില്ല. ഇയാൾക്ക് പിന്തുണ കൊടുത്തു. പിണറായി വിജയനെ പോലെ ഒരു ആള് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു അഴിമതി കേസിൽ പ്രതിയാവുന്നത്. അനങ്ങിയില്ല. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അനങ്ങിയില്ല. എല്ലാ പിന്തുണയും പിണറായി വിജയന് കൊടുത്തു. അവസാനം മുഖ്യമന്ത്രിയായതിനു ശേഷവും VS അച്യുതാനന്ദൻ ഈ കാര്യത്തിൽ തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകൾ തുടർന്നു. അവസാനം എന്ത് സംഭവിച്ചു? അഴിമതിക്കാരനായിട്ടുള്ള പിണറായി വിജയൻ അവിടെ തുടരുമ്പോൾ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അഴിമതി ചെയ്തു എന്ന് പറഞ്ഞ VS അച്യുതാനന്ദനെ 2010 പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് നീക്കം ചെയ്തു. ഈ പോളിറ്റ് ബ്യൂറോ ഈ വന്നിരിക്കുന്ന ഈ പ്രകാശ് കാരാട്ടും ഈ സീതാറാം യെച്ചൂരിയും, എന്നിട്ട് അവരാണിപ്പോൾ ഇവിടെ വലിയ നിഷ്പക്ഷ മതികളായി ഇവിടെ കമ്മിറ്റിയിൽ വന്ന് പങ്കെടുക്കുന്നത്. അവസാനം പിന്നെ VSനെ തിരിച്ച് പോളിറ്റ് ബ്യൂറോയിൽ കൊണ്ടുവന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അഴിമതി ആരോപണം നേരിട്ട കേസിൽ കുറ്റപത്രത്തിൽ പ്രതിയായ പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നു. പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ VS അച്യുതാനന്ദനെ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി. അതാണ് പോളിറ്റ് ബ്യൂറോ ചെയ്തിട്ടുള്ള വലിയ വിപ്ലവ പ്രവർത്തനം. അതിനുശേഷം 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം എത്രയോ അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉയർന്നു വന്നു. 2020 മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, മൊഴികൾ, ഡോളർ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം, മാസപ്പടിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ക്യാമറയുമായി ബന്ധപ്പെട്ട പ്രശ്നം, എത്രയെത്ര അഴിമതി ആരോപണങ്ങൾ, എത്രയെത്ര പോലീസ് അതിക്രമങ്ങൾ, എത്രയെത്ര മനുഷ്യാവകാശ ലംഘനങ്ങൾ, എന്തൊക്കെ ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ എപ്പോഴെപ്പോഴായിട്ട് ഉയർന്നു വന്നു. ഈ അഴിമതി ആരോപണങ്ങളിലെല്ലാം പിണറായി വിജയൻ്റെ മുന്നിൽ വിശ്വസ്ത വിനീത വിധേയരായിട്ടല്ലേ പോളിറ്റ് ബ്യൂറോയുടെ നേതാക്കന്മാർ നിന്നത്. അവരെപ്പോഴെങ്കിലും പിണറായി വിജയനെ തിരുത്താൻ തയ്യാറായോ? അവർ പിണറായി വിജയനെതിരെ ഒരു വാക്കെങ്കിലും എപ്പോഴെങ്കിലും പറയാൻ മുതിർന്നോ? അങ്ങനെ മുതിരാത്തവരാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ വളർത്തി വലുതാക്കി ഇവിടം വരെ കൊണ്ടുവന്ന് സംഹാര രൂപിയാക്കിയത് എന്ന് പാർട്ടി അണികൾ തിരിച്ചറിയണം. ഈ പ്രകാശ് കാരാട്ടും ഈ സീതാറാം യെച്ചൂരിയുമാണ് പിണറായി വിജയൻ ഈ നിലയിൽ വളർന്ന് വലിയവനാവാനായിട്ടുള്ള കാരണക്കാർ എന്ന് പാർട്ടി അണികൾ അറിയണം. ദേശീയ തലത്തിൽ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിണറായി വിജയൻ വിദേശത്ത് പോയി ഭാര്യയും മക്കളും കൊച്ചുമക്കളുമായി എതിർക്കാൻ തയ്യാറായോ? കേരളത്തിലെ ഈ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ എതിർക്കാൻ തയ്യാറായോ? എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ കുടത്തിൽ നിന്ന് തുറന്നു വിട്ട ഭൂതം സംഹാര രൂപിയായി CPMനെ ഉൾപ്പെടെ വിഴുങ്ങുമെന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഇപ്പോൾ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും കൂടെ വന്നിരിക്കുകയാണ്. ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ അയാൾ ചെയ്ത എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് അയാളുടെ വിശ്വസ്ത വിനീത വിധേയന്മാരായി നിന്നുകൊണ്ട് അയാളെ വളർത്തി വലുതാക്കി അഴിമതിയുടെയും എല്ലാ വൃത്തികേടുകളുടെയും തെറ്റുകളുടെയും ഒരു വടവൃക്ഷമാക്കി മാറ്റുന്നതിൽ
CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് അവിതർക്കിതമായിട്ടുള്ള പങ്കുണ്ട്, നിസ്തുലമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള കാര്യം ഈ പാർട്ടിയുടെ നേതൃയോഗങ്ങൾ നടക്കുന്ന സമയത്ത് പാർട്ടിയുടെ അണികൾ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ അവരൊക്കെ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ആ വിഷയം ഒരൽപ്പം ദീർഘമായി ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാനിടയായത്.